യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടാകുമ്പോൾ അത് കുട്ടികൾ ഉണ്ടാവാൻ തടസ്സമാകാറുണ്ടോ? യൂട്രസിൽ ഉണ്ടാകുന്ന മുഴകളിൽ പലപ്പോഴും നമ്മളത് ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ്, ഒരു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ് അവർ കുട്ടികൾ ഉണ്ടാവാനുള്ള തടസ്സം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു താമസം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. ആ ഗൈനക്കോളജിസ്റ്റുകൾ ചില ടെസ്റ്റുകൾ പറയും. അതിൽ ആദ്യത്തെ ടെസ്റ്റ് ആയിരിക്കും ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റ്. ഈ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഒരു ഫൈബ്രോയിഡ് കാണും. ഇങ്ങനെയായിരിക്കും പലപ്പോഴും ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന ഫൈബ്രോയിഡുകൾ ഒരു ചെറിയൊരു ശതമാനം ഈ ഫൈബ്രോയിഡുകൾ തന്നെയായിരിക്കും വില്ലൻ കുട്ടികളുണ്ടാവാനുള്ള താമസം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും നമ്മളുടെ ഫെലോപ്പിയൻ ട്യൂബ്, അണ്ഡാശയവും യൂട്രസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഓവം സഞ്ചരിച്ചിട്ട് വേണം ഓവറിൽ നിന്നുള്ള അണ്ടം, അതായത് ഓവം, അത് യൂട്രസിനെത്താൻ. അപ്പോൾ പലപ്പോഴും ആ ട്യൂബിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ഒരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ആ ഫൈബ്രോയിഡ് ചിലപ്പോൾ ഇതിൻ്റെ സ്വാഭാവികമായ അണ്ടത്തിൻ്റെ നീക്കം തടസ്സപ്പെടുത്തും. അങ്ങനെ ചിലപ്പോൾ കുട്ടികളുണ്ടാവാതെ വരാം. അതല്ലാതെ ചിലപ്പോൾ യൂട്രസിൻ്റെ അകത്തെ ഭാഗത്ത് ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡിനോമയോസിസ്, യൂട്രസ് ഒന്നാകെ വീർത്തിരിക്കുന്നൊരവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലൊരുപാട് ബ്ലീഡിങ് ഉണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗർഭധാരണത്തിന് തടസ്സമാണ്. ഇത്തരം കാരണങ്ങളൊക്കെ വളരെ വളരെ കോമൺ ആയിട്ട് ഗൈനക്കോളജിസ്റ്റുകളുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ അവർ പലപ്പോഴും അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ടാബ്ലറ്റുകളും ഇഞ്ചക്ഷൻസും ഒക്കെ കൊടുക്കുകയും അത് കൺട്രോൾ ചെയ്യുന്നതോടുകൂടി അവർ ഗർഭധാരണം നടത്തുന്നു. ചിലപ്പോൾ വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇതിൻ്റെ കാരണമെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മിനിമൽ ആക്സസ് സർജറിയിലൂടെയോ റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെയോ അതെടുത്ത് മാറ്റാം. അങ്ങനെ അവർക്ക് സ്വാഭാവികമായ ഗർഭധാരണത്തിനുള്ള സാധ്യത വീണ്ടും കിട്ടും.